നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഉസ്താദ് ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ വധശിക്ഷയൊക്കെ മരവിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ കഴിവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കാന്തപുരം ഉസ്താദ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. മാനുഷിക പരിഗണന വെച്ചിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അല്ലാതെ അദ്ദേഹത്തിന് 5 പൈസയുടെ വരുമാനത്തിന് വേണ്ടിയോ ഇതിന്റെ പേരിൽ ഒരു മുതലെടുപ്പ് നടത്താനോ പേരെടുക്കാനോ ഒന്നുമല്ല. ഒരു മാനുഷിക പരിഗണന. അവിടെ ജോലിക്ക് പോയ ഒരു സ്ത്രീ അവിടെ പെട്ടുപോയി. ഏതായാലും അതിനെതിരെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോള് വന്നു. അതുപോലെ കാന്തപുരം ഉസ്താദ് വളരെ മോശക്കാരനായി. അങ്ങനെയൊക്കെ ഇവിടെയുള്ള കുറച്ച് ടീമുകൾ, അതായത് യമനിലെ തന്നെ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുന്ന സാമുവലൊക്കെ എന്ന് പറഞ്ഞാൽ രംഗത്ത് വന്നിട്ട് ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല, ഉസ്താദിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വലിയ വായിൽ വർത്താനം പറയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനൊക്കെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് അവിടെ സ്ഥിരതയായിട്ട് നിലകൊള്ളുന്ന ഒരുത്തനാണെന്നാണ് ഞാൻ ഓർത്തത്. ഇന്ന് തലാലിൻ്റെ സഹോദരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകണ്ട എന്നുള്ളത് മലയാളികൾ തന്നെയാണ് എടുക്കുന്നത് ആ തീരുമാനം, അല്ലാതെ ഞങ്ങളൊന്നുമല്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അവർ ഈ കേസ് ഇതുപോലെ നീട്ടി കൊണ്ടുപോവുകയാണ് എന്നുള്ള തരത്തിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമുവൽ എന്ന് പറയുന്നവനാണ് ഇതിൻ്റെ അകത്തുള്ള ഇത്തിൽ കണ്ണി. അതായത് നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിയോഗിച്ചിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഈ സാമുവല്, അതുമാത്രവുമല്ല നിമിഷപ്രിയയുടെ അമ്മ താമസിക്കുന്നത് വരെ ഇവൻ്റെ വീട്ടിലാണ്. പക്ഷെ അവനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയത് ഫ്രോഡ് എന്നാണ് ഇപ്പോഴയാൾ പറഞ്ഞിരിക്കുന്നത്. ആര്? ഈ തലാലിൻ്റെ കുടുംബം തൻ്റെ സഹോദരനെ വെച്ച് വിലപേശുകയാണ്, പൈസ വാങ്ങിക്കാൻ നിർബന്ധിക്കുകയാണ്. അതുമാത്രവുമല്ല ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ കുറേ പൈസ ഇവിടെ നിന്ന് ആരോ പിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ അത് 20,000 $10,000 ഉണ്ട്. അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. നിമിഷപ്രിയങ്കാരൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കള്ളി വെളിച്ചത്താവൂലേ? അതുമാത്രവുമല്ല ഇനി കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് ഇവരെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവരില്ലാന്നെങ്കിൽ തൻ്റെ നിലനിൽപ്പ് വെള്ളത്തിലാവുമല്ലോ എന്നൊക്കെയായിരിക്കും ഇവൻ്റെയൊക്കെ വിചാരം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് കാന്തപുരം ഉസ്താദ് ഒരു സാമ്പത്തിക ലാഭവും ഇല്ലായേക്ക്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവനൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ഇത്തിൽ കണ്ണികളെ അവിടുന്ന് പുറത്താക്കണം. അതായത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നീ ഒന്നും ഇടപെടണ്ടടാ എന്ന് പറഞ്ഞിട്ട് വിടണം. അതാണ് വേണ്ടത്. അതായത് കൊല്ലപ്പെട്ട ആളുടെ സഹോദരനാണ് വന്നിട്ട് പറയുന്നത്, വേറെ ആരുമല്ല. വേറെ നാട്ടുകാരോ ഇല്ലെങ്കിൽ മലയാളികളോ ഇന്ത്യക്കാരോ വേറെ ആരെങ്കിലും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതാണെങ്കിൽ അത് അയാളോടുള്ള അസൂയാണ് എന്ന് നമുക്ക് പറഞ്ഞു തള്ളാം. പക്ഷേ ഈ സാമുവലിനെ പറ്റിയിട്ട് ഇവരുടെ ബന്ധുവായ അല്ലെങ്കിൽ സഹോദരൻ തന്നെയാണ് വന്ന് പറയുന്നത്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഈ സാമുവൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. അതായത് അയാൾ പറഞ്ഞിരിക്കുന്നത് നിമിഷപ്രിയ ചെയ്തത് ക്രൂരകൃത്യമാണ്, നിമിഷപ്രിയ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാന്തപുരം രക്ഷിച്ചതിൻ്റെ ചൊറുക്ക് തീർത്തത് ഇയാൾ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നിമിഷപ്രിയക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ടീമുകൾ മാത്രമല്ല, ഇതുപോലെയുള്ള ചില ദുഷ്ടന്മാരും കൂടിയിട്ട് അവിടെ കിടന്ന് പണിയുന്നത് കൊണ്ടാണ് ഈ സ്ത്രീയുടെ മോചനത്തിന് ഇത്രയും വിഷമം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാനിപ്പോഴും നിമിഷപ്രിയ അങ്ങനെ ന്യായീകരിക്കുകയോ അല്ല, ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കണം. പക്ഷേ വധശിക്ഷയെന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് നോക്കേണ്ടത്. വധശിക്ഷ ഒഴിവാക്കിയിട്ട് അവരവിടെ ശിക്ഷ അനുഭവിക്കട്ടെ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവർ തെറ്റ് ചെയ്തവരാണ്. അവരെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ കൊലപ്പെടുത്തിയിട്ട് ജീവപര്യന്തൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ അവിടെ അനുഭവിക്കട്ടെ. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മുതലെടുപ്പെടുക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ്, ഇവർക്ക് ഇതൊരു അവസരമാണ്. കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു പിരിവ് നടത്തുക, അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കുക. ആ കോടികൾ അവിടെ കൊടുത്തു എന്നുള്ള പ്രഹസനത്തിൽ പിന്നെ അവർക്ക് തോന്നുന്നത് പോലെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്നയാളെ പിന്നെ അന്ന് നമ്മളെല്ലാവരും പിരിച്ചത് 45 കോടിയോളമാണ്. ഏകദേശം 11 കോടി രൂപ ഇപ്പോഴും ബാക്കിയുണ്ട്. അതായത് കൊടുത്തു കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ ആ പൈസ എന്തു വേണമെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാണ്. അവർ പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് ഞങ്ങൾ പൈസ തരാൻ തയ്യാറാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് പറയാം ഇവിടെ നിന്നും എത്ര പറഞ്ഞു കഴിഞ്ഞാലും പൈസ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ചില ഇത്തിൽ കണ്ണികൾ ഈ പൈസ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീതം വെക്കാലോ. ഇവർക്കൊക്കെ ഇതൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാമുവൽ എന്ന് പറയുന്നവനില്ലേ, അവനെ എന്താ ചെയ്യേണ്ടതെന്നറിയാം. അത്രയും വലിയ അവൻ അമ്മാതിരി പോടുത്തരാന്ന് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഉസ്താദ് ഇടപെട്ടുകൊണ്ട് മാത്രം, ഞാൻ പറഞ്ഞല്ലോ അങ്ങേര് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അന്ന് വധശിക്ഷ ഇല്ലാതാക്കിയത്. അതുപോലും അവന് പറയാൻ കഴിയുന്നില്ല.
അതുപോലും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചില ടീമുകൾ ഉള്ള കാര്യം പറയാലോ, ആരാന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാന്തപുരത്തിനോട് വെറുപ്പുള്ള കുറേ ടീമുകളുടെ ഇവിടെ. അയാൾ എന്ന് പറയുന്നത് ഒരു ജാതിയോ മതമൊന്നുമല്ല. ജാതിയോ മതമോ നോക്കിയിട്ടാണെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന പേര് നമുക്കെല്ലാവർക്കും അറിയാം. അവരൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇടപെടുമോ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്രിസ്ത്യാനികളിൽ ചില ആൾക്കാർ തന്നെ നിമിഷപ്രിയക്കെതിരാണ്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ പാടില്ല, നിമിഷപ്രിയ അങ്ങനെ ചെയ്തവളാണ് ഇങ്ങനെ ചെയ്തവളാണെന്ന് കള്ളപ്രചരണങ്ങൾ വരെ നടത്തുന്നുണ്ട്. യമനിലുള്ള അവരുടെ ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വാളിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ നൂലാമാലകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെയെല്ലാം ചെലവിൽ സാമൂഹ്യ പ്രവർത്തകനാണെന്നുള്ള ഈ കള്ള നാണയങ്ങളെ തിരിച്ചറിയുകയും അവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ യുവതിക്ക് പെട്ടെന്ന് മോചനം ഉണ്ടാകും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മോചനം ഉണ്ടാകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളോട് പറയാം മോചിപ്പിക്കേണ്ടെങ്കിൽ ചർച്ച നടത്തണമെന്ന്. അവരുടെ അടുത്ത് പോയിട്ട് പറയാം നിങ്ങൾ ഒരിക്കലും മോചനം കൊടുക്കല്ലേ, നിങ്ങൾ ഒരിക്കലും ശിക്ഷയിൽ ഇളവ് കൊടുക്കല്ലേ, ഇനി വേണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന പണം തരുവേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചോദിക്കുന്ന പണം തരും. ആ പണം കിട്ടിയാലും മാത്രമേ നിങ്ങൾ സമ്മതിക്കാതുവേ അങ്ങനെ പറയുക. ഇവിടെ വന്നിട്ട് പറയുക അവർ പണം വേണ്ട എന്നാണ് പറയുന്നത്, പക്ഷെ അവർ മോചനം കൊടുക്കാനും തയ്യാറല്ല. എന്നാലും നമുക്കൊരു വില വേശാം. അങ്ങനെ കുറേ ലക്ഷങ്ങളും കോടികളും ഇങ്ങനെ പറയാം. അതൊക്കെ തരാൻ മലയാളികൾ റെഡിയാണ്. അതുമാത്രവുമല്ല മലയാളികളായ കുറേ ബിസിനസ്സുകാരുമുണ്ട്, അവരും കുറേ പൈസയൊക്കെ തരാൻ റെഡിയാണ് എന്നുള്ള കാര്യങ്ങളും ഇവർക്കറിയാം. അതുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്നത് ഇവർക്കെല്ലാം ഒരു കറവ് പശുവാണ്. അതായത് പൊന്മുട്ടിയിടുന്ന താറാവാണ്. ആ താറാവിനെ കൊല്ലാതെ ഇതുപോലെ ഇങ്ങനെ വില വേശിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കണം. ഇതാണ് കുറേ ആൾക്കാരുടെ പ്ലാനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പം നിമിഷപ്രിയ തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ഡോളറിൻ്റെ കണക്ക് പറയേണ്ടി വരും. ആ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ചിന്തിക്കുന്നതിലും വലുതായിരിക്കും. അത്രയും പൈസ ഇവനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞിട്ട്, പല കേസുകൾ പറഞ്ഞിട്ട്. അവിടെ ഇപ്പോഴൊരു വക്കീലുണ്ട്. ആ വക്കീലാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ അപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ കുറേ ഫ്രോഡുകളുണ്ട്, അവരെ ഒഴിവാക്കുക തന്നെ വേണമെന്ന് അയാൾ അന്നേ പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ഞൊട്ടൻ ഇംഗ്ലീഷും കൊണ്ട്, അതായത് ഇവ മലയാളത്തിലൊന്നും സംസാരിക്കൂല. മലയാളിയാണോ തമിഴാണോ അറിയില്ല, മലയാളത്തിൽ ഇവ സംസാരിക്കത്തേ ഇല്ല. ഇവൻ ഈ മുറുകൻ ഇംഗ്ലീഷ് വെച്ചിട്ട് അങ്ങ് തട്ടുവന്ന് ചെയ്യുക ഓരോ ചാനലിലും വന്നിട്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്ന് പറഞ്ഞാൽ 2-3 ചാനലിൽ വന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉസ്താദിനോടുള്ള ദേഷ്യമാണ് കൂടുതൽ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയമോ മതമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ ശിക്ഷയിൽ എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കാൻ ഇപ്പോഴെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തലാലിൻ്റെ കുടുംബം കുറച്ചും കൂടി അയഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും വലിയൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തപുരം ഉസ്താദ് തന്നെയാണ്. ഇനി അദ്ദേഹത്തോട് 100 ആൾക്കാർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ വെറുപ്പുണ്ടാകും, അല്ലെങ്കിൽ 100 ആൾക്കാർക്ക് അയാളെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, 10 പൈസ മനുഷ്യന് വേണ്ട, അതുപോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റും വേണ്ട. അങ്ങേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെടിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നന്ദി, നമസ്കാരം.